ഹലോ രാധേ രാധേ സുഖമല്ല എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ Q&A വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് ദിവസമായി Q&A വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇനി Q&A വീഡിയോ ചെയ്യുക. പിന്നെ ഇത് കല്യാണം റിലേറ്റഡ് ആയിട്ടുള്ള Q&A വീഡിയോ ആണ് കേട്ടോ. കല്യാണത്തിൻ്റെ വീഡിയോസിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ആ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ ഒന്നും പറയുന്നില്ല, പെട്ടെന്ന് Q&A സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Q&A ഇതിലാണ് കേട്ടോ എഴുതിയെടുത്തത്. അപ്പോൾ ഞാൻ എഴുതിയെടുത്തത് 3 പേജ് കേട്ടോ. ഈ 2 വീഡിയോസിനാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എഴുതിയെടുത്തത്. ഫസ്റ്റത്തെ കല്യാണത്തിൻ്റെ ഡേ വീഡിയോന്ന്, പിന്നെ അടുത്ത ദിവസത്തെ വീഡിയോന്ന് കേട്ടോ. അപ്പോൾ വേഗം സ്റ്റാർട്ട് ചെയ്യുക. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്, ഷാദി മുഹൂർത്തം എന്ന് ചടങ്ങ് ഉണ്ടോയെന്ന്. അപ്പോൾ ഷാദി മുഹൂർത്തം എന്നൊക്കെ പറയുന്ന ചടങ്ങ് ഉണ്ട് കേട്ടോ. ഷാദി മുഹൂർത്തം എന്ന് പറയുന്നത് മെയിൻ കല്യാണം ഉണ്ടാവില്ലേ, സിന്ദൂരം പിന്നെ മംഗൾസൂത്രമൊക്കെ ഇടുന്ന ആ പരിപാടിനാണ് ഷാദി മുഹൂർത്തം എന്ന് പറയുന്നത്. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു സമയം കേട്ടോ. പൂജാരികളാണ് ഈ സമയം തിരഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു പറഞ്ഞ അതേ സമയത്തിൽ ഈ പരിപാടികൾ നടക്കണം കേട്ടോ. സിന്ദൂരം ഇടുന്നതും പിന്നെ മംഗൾസൂത്രമൊക്കെ ഇടുന്നത് ഈ പരിപാടി പൂജാരി പറഞ്ഞ അതേ സമയം വെച്ചിട്ട് നടക്കണം. അല്ലെങ്കിൽ ഈ സമയം കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി നടക്കാൻ കഴിയൂല. നേരം വൈകി കഴിഞ്ഞാൽ അപ്പോൾ നടക്കൂല കേട്ടോ. പിന്നെ വേണമെങ്കിൽ കുറച്ച് മുന്നേ നമുക്ക് ചെയ്യാം ഈ പരിപാടി. സമയത്തിന് മുന്നേ ചെയ്യുക. സമയം കഴിഞ്ഞിട്ട് ഈ ഷാദി മുഹൂർത്തം എന്ന പരിപാടി അത് നടക്കൂല കേട്ടോ. അപ്പോൾ ഇതിനാണ് ഷാദി മുഹൂർത്തം എന്ന് പറയാം. ഷാദി മുഹൂറത്ത് എന്നാട്ടോ പറയാ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, ബ്രൈഡിൻ്റെ ചേച്ചി എവിടെയെന്ന്. ബ്രൈഡിൻ്റെ ചേച്ചി കസിൻ സിസ്റ്ററാണ് കേട്ടോ. കസിൻ സിസ്റ്റർ അച്ഛൻ്റെ സഹോദരീൻ്റെ മോളാണ്. ഓരോ ഈ വീട്ടിലാണ് താമസിക്കൽ കേട്ടോ. സംഭവം ഒരു സ്വന്തം ഫാമിലി മെമ്പർ പോലെ കേട്ടോ. ആ ചേച്ചീൻ്റെ കല്യാണം അച്ഛനാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. കാരണം ആ ചേച്ചിക്ക് അച്ഛനൊന്നുമില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒക്കെ സംഭവം ചെയ്യേണ്ട കടമകളൊക്കെ ഈ വീട്ടിലത്തെ അച്ഛനാണ് കേട്ടോ ചെയ്തത്. ആ ചേച്ചിക്ക് വരാൻ കഴിഞ്ഞില്ല, കാരണം ആ ചേച്ചി പ്രഗ്നൻ്റ് ചെയ്യുന്ന ലാസ്റ്റത്തെ മന്ത് നടന്നുകൊണ്ടിരിക്കുകയെന്ന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ചേച്ചി വന്നിട്ടില്ല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഫുഡിലൊന്നും വെറൈറ്റി ഇല്ലേ. അപ്പോൾ ഫുഡിൽ വെറൈറ്റി ഉണ്ടാവില്ല. ഈ കല്യാണത്തിന് കണ്ട ഈ ഫുഡുകൾ തന്നെയാണ് ഏകദേശം പരിപാടികളിലൊക്കെ ഉണ്ടാവുക കേട്ടോ. പായസം, പിന്നെ റൈസ്, ചോല കറി, പിന്നെ ചോല പറഞ്ഞാൽ കാബുളിക്കാട്ടുള്ള കേട്ടോ. പിന്നെ പനീർ കറി, അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ടുണ്ടാവും. ദാൽ ഫ്രൈ, പൂരി, കച്ചോടി, അങ്ങനെ ഓരോന്നൊക്കെയാണ് ഫുഡ് ഉണ്ടാവുക. പിന്നെ ഗസ്റ്റൊക്കെ വരുമ്പോഴും ഈ ഫുഡുകൾ തന്നെ ഉണ്ടാവുക. വീട്ടിൽ അഥവാ ഗസ്റ്റ് വരികയാണെങ്കിലും ഏകദേശം ഈ കല്യാണത്തിന് ഉണ്ടാക്കിയ ഫുഡിൽ നിന്ന് തന്നെ കുറച്ചൊക്കെ വെറൈറ്റി ഫുഡൊക്കെ വീട്ടിലുണ്ടാക്കും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ജലി വീഡിയോയിൽ ഇട്ട ഗോൾഡൊക്കെ അമ്മായിയമ്മ തന്നതാണോ. അപ്പോൾ ഞാൻ ഇട്ട ഗോൾഡൊക്കെ അമ്മായിയമ്മ തന്നത് തന്നെയാണ്. സംഭവം എനിക്ക് പേഴ്സണലായിട്ടല്ല തന്നത് കേട്ടോ. സംഭവം തരും, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ തരും, പിന്നെ അത് അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം എന്താ പറയുക, പിന്നെ നിങ്ങളുടെ ഡൗട്ടായിരിക്കും അഞ്ജലിക്ക് ഇത്രയ്ക്ക് സ്വർണ്ണം ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിക്കാവും നിങ്ങൾ. അപ്പോൾ എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നത് കമ്മലും പിന്നെ ഒരു മംഗളസൂത്രം മാത്രമാണ്. ഇത് തിരിച്ചു വാങ്ങാത്തത് എന്തിനാ വെച്ചാൽ, ഇവിടെ ഈ ശൃംഗാരം പറയുന്ന സാധനം ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് നിർബന്ധമാണ് കേട്ടോ. അതിട്ടില്ലെങ്കിൽ നാട്ടുകാരും പിന്നെ വീട്ടുകാരൊക്കെയാണ് സംഭവം മോശമായിട്ടാണ് കാണുക. സംഭവം ഈ ഉളുപ്പില്ല, സംഭവം ഭർത്താവ് ഉണ്ടായിട്ടും ഇതൊക്കെ ഇങ്ങനെ മംഗൾസൂത്രം നെട്ടിയില്ല, കയ്യിൽ വള ഇല്ല. സംഭവം ഇത്രയൊക്കെ വള ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നതിന് ശേഷം ഇടാൻ തുടങ്ങിയത്. കയ്യിൽ വള ഇല്ല, പൊട്ട് തൊടുന്നില്ല, പിന്നെ എന്താ പറയുക, കാലിൽ മിഞ്ചില്ല. ഇതൊക്കെയാണ് ഈ നിർബന്ധം. നമ്മളെ ലൈഫിൽ നമ്മളടുത്ത് ഒന്നുമില്ലെങ്കിലും ഈ കാര്യങ്ങൾ നമുക്ക് എന്തായാലും നിർബന്ധമാണ് ഒരു കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളാകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ 2 സാധനം വാങ്ങാത്തത് കേട്ടോ. പിന്നെ ബാക്കി എക്സ്ട്രാ മോതിരം, പിന്നെ വലിയ നെക്ലേസ്, അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ ഗസ്റ്റൊക്കെ വരാണ്ടെങ്കിൽ അല്ലെങ്കിൽ വലിയ പരിപാടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇടാൻ തരും കേട്ടോ. പിന്നെ അത് തിരിച്ചവർക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ തൽക്കാലം എൻ്റെ അടുത്ത് മംഗൾസൂത്രം കമ്മലും മാത്രമേ ഉള്ളൂ. വേറെ എൻ്റെ അടുത്ത് സ്വർണം എൻ്റെ അടുത്തും ഇല്ല കേട്ടോ. പേഴ്സണലായിട്ട് എൻ്റെ അടുത്തൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും ഞാൻ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരും. അപ്പോൾ ആ ചാൻസ് ദൈവം വേഗം തരട്ടെ. അപ്പോൾ എനിക്ക് എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് വാങ്ങണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതെന്നാ സാധിക്കുക, ഞാൻ വെയിറ്റ് ചെയ്യുകയാണേ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഡൗറി അല്ലേ ആ താലിയിൽ പോയത്.
ഡൗറി ഒരു പ്ലേറ്റിൽ ഇങ്ങനെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഒരു പ്ലേറ്റിൽ ഇങ്ങനെ പൈസയും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് കൊടുക്കണേ. അത് ഡൗറി ആണ്. പക്ഷെ ഡൗറി എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. കാരണം ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തത് ഒന്നുമല്ല. സംഭവം അത്രയ്ക്കും ചെറിയൊരു എമൗണ്ട് ആയിട്ടാണ് ഓർക്കത് തോന്നാട്ടോ. കാരണം ചെക്കനാണെങ്കിൽ നല്ല പൈസക്കാരനാണ്. അപ്പോൾ ഒരാണെ കൂടുതൽ ചെയ്തത് കേട്ടോ. സംഭവം ഓര് ഇവിടെയും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡൗറി എന്നൊന്നും പറഞ്ഞാൽ ശരിയല്ല. ഇവിടുന്ന് കൊടുത്തത് ഇവരെ സന്തോഷത്തിനാണ് കേട്ടോ. ഈ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്തത് ഒരു സന്തോഷത്തോടെയാണ്. ഓര് നിർബന്ധിച്ചിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതിന് ഡൗറി പറഞ്ഞാൽ ശരിയാവുമോയെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും തരണം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ജലി ഇട്ടത് ഫുൾ ഗോൾഡ് ആണോന്ന്. അപ്പോൾ ഫുള്ള് ഗോൾഡ് അല്ല, കുറച്ചൊക്കെ ആർട്ടിഫിഷ്യലും ഉണ്ട്. ആർട്ടിഫിഷ്യൽ മീൻസ് ഗ്യാരണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇട്ടതിൽ സംഭവം നെക്ലേസ് ഗോൾഡിന്, പിന്നെ കമ്മൽ ഗോൾഡ്, പിന്നെ എന്താണ് മോതിരം, അത് മാത്രമാണ് ഞാൻ ഇട്ടത്. പിന്നെ ആ വലിയ മാലൊക്കെ കാണുന്നത് അതൊക്കെ സംഭവം ആർട്ടിഫിഷ്യലാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അന്ന് മാരേജ് കഴിഞ്ഞ സിസ്റ്ററും ഫാമിലിയും അഞ്ജലിയുടെ ഫാമിലിയും എവിടെ? അപ്പോൾ സിസ്റ്ററിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. സിസ്റ്റർക്ക് ലാസ്റ്റ് മന്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഡെലിവറീൻ്റെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ആ ചേച്ചീൻ്റെ അമ്മയ്ക്കാണെങ്കിൽ സുഖമില്ലാത്ത ആളായതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ കഴിഞ്ഞില്ല. പിന്നെ ചേച്ചീനെ കെയർ ചെയ്യാൻ ഹസ്ബൻഡ് വേണം, ഒരു ഹസ്ബൻഡ്. അപ്പോൾ അങ്ങനെ ഹസ്ബൻഡിനും വരാൻ കഴിഞ്ഞില്ല. പിന്നെ ബാക്കി ഓരോ റിലേറ്റീവ്സ് ഓർക്കും ഓരോ കുടുംബത്തിൽ സംഭവം കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓർക്കും വരാൻ കഴിഞ്ഞില്ല. പിന്നെ കല്യാണത്തിന് മുമ്പേ വന്നിരുന്നു കേട്ടോ. ഒരു ദിവസം എല്ലാവരും സമയം മാറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹൽദി ഫംഗ്ഷനിൽ കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. ഒരു വന്ന് പെട്ടെന്ന് പോവുകയും ചെയ്തു. പിന്നെ എൻ്റെ ഫാമിലിക്ക് വരാൻ കഴിയാത്തത് ഇവിടുന്ന് വിളിച്ചത് ഒരാഴ്ച മുന്നേ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫാമിലിക്ക് അവിടുന്ന് ഇത്ര ദൂരത്തേക്ക് വരണമെങ്കിൽ ഒരു മാസം മുന്നെങ്കിൽ വിളിക്കണം. അപ്പോഴേ അവർക്ക് വരാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു വരാത്തത്. സംഭവം അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്നെ 4 ദിവസം എടുക്കും. പിന്നെ പോവാൻ 4 ദിവസം. പിന്നെ കല്യാണത്തിന് ആകെ 2-3 ദിവസം ബാക്കിയുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആദ്യം പറഞ്ഞ് എനിക്ക് വരാൻ കഴിയൂല ഇത്ര കുറഞ്ഞ സമയത്തിൽ. അപ്പം അങ്ങനെ ഒരു വന്നിട്ടില്ല കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹസ്ബൻഡിൻ്റെ അമ്മനെ കണ്ടില്ലല്ലോ, എവിടെ പോയി? ഇവിടുത്തെ കല്യാണമാണെങ്കിൽ ചെക്കൻ്റെ അമ്മ പങ്കെടുക്കൂല കേട്ടോ. സംഭവം ഓർക്ക് ചെക്കൻ്റെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓര് അവിടെയാണ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുക കേട്ടോ. പിന്നെ കല്യാണ പെണ്ണിൻ്റെ ഭാഗത്തേക്ക് ഓര് വരൂല. സംഭവം എവിടെ ആയാലും ഈ നോർത്ത് ഇന്ത്യയിൽ കല്യാണച്ചക്കൻ്റെ അമ്മ വീട്ടിലാണ് ഉണ്ടാവുക കേട്ടോ. കല്യാണച്ചക്കൻ്റെ വീട്ടിലാണ് ഉണ്ടാവുക. സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുപാട് പരിപാടികളൊക്കെ നടക്കും. അപ്പോൾ അതൊക്കെ ഓര് അവിടെ നോക്കിയിരിക്കും. പിന്നെ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ വരാം കേട്ടോ. സംഭവം ഏട്ടൻ്റെ ഭാര്യ, അനിയൻ്റെ ഭാര്യ, അനിയനും ഏട്ടനും, ചേച്ചീൻ്റെ ഭർത്താവ്, അച്ഛനും എല്ലാവർക്കും വേണമെങ്കിൽ വരാം. പിന്നെ അമ്മയ്ക്ക് വരാൻ കഴിയൂല കേട്ടോ, വരാൻ പറ്റൂല. അങ്ങനെയാണ് കേട്ടോ ഇവിടെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഇത് ആരുടെ കല്യാണമാണ്, നിങ്ങളുടെ ഇവരാരാന്ന്? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പറഞ്ഞതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവർ ആരാന്ന്. എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഇവർ എൻ്റെ സ്വന്തം നാത്തൂനാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ സ്വന്തം സിസ്റ്ററാണ് ഇവർ, ഈ ബ്രൈഡ് കേട്ടോ. അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, അവിടെ ഇറച്ചിയും മീനും ഉണ്ടാവില്ലേ? ഇറച്ചിയും മീനൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷേ കാസ്റ്റിനനുസരിച്ചാണ്. ഈ ഹസ്ബൻഡിൻ്റെ കാസ്റ്റ് കുറച്ച് ഹയർ കാസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാസ്റ്റിലുള്ളവരൊക്കെ കൂടുതൽ 99% ആൾക്കാർ സംഭവം ഇത് കഴിക്കൂല കേട്ടോ. ഇറച്ചി മീനൊന്നും കഴിക്കൂല. കാരണം ബ്രാഹ്മിനൻസ് ഫാമിലി ആയതുകൊണ്ട് ഇവർ കഴിക്കൂല. പിന്നെ ബാക്കി കുറച്ച് ലോവർ കാസ്റ്റൊക്കെ ആകുമ്പോൾ ഓരൊക്കെ ആണെങ്കിൽ ഇറച്ചി മീനൊക്കെ കഴിക്കും. ഓരോ കല്യാണം ഉണ്ടെങ്കിലും പിന്നെ വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കും. അങ്ങനൊന്നും ഇഷ്യൂ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ നിൽക്കണ ഈ ഏരിയ ഇവിടെ കൂടുതൽ വെജിറ്റേറിയൻ ആൾക്കാരാണ് കേട്ടോ. വെജിറ്റേറിയൻ ഫാമിലീസാണ്. ഇവരൊന്നും മീനൊന്നും കഴിക്കൂല, ഇറച്ചിയൊന്നും കഴിക്കൂല. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നല്ല എക്സ്പെൻസീവ് കല്യാണം ആണല്ലോ? നല്ല എക്സ്പെൻസീവ് കല്യാണം തന്നെയാണ് കേട്ടോ. കാരണം ഇവിടുന്ന് വീട്ടിലത്തെ ഉപകരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ജ്വല്ലറീസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കല്യാണമാണെങ്കിൽ ഒരു മാസം മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചടങ്ങുകളൊക്കെ ആയിട്ട്. അപ്പോൾ ചടങ്ങുകൾ തന്നെ ഒരുപാട് ചിലവായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും, ഒരു മാസം കൊണ്ട് നടന്ന ചടങ്ങുകളാണ് ഈ വീട്ടിൽ. അപ്പോൾ എത്ര ചിലവായി ഉണ്ടാവും. അപ്പോൾ എക്സ്പെൻസീവ് തന്നെ പറയാം. നെക്ലേസ് ഗോൾഡ് ആണോന്ന്?
നെക്ലേസ് ഗോൾഡാണ്, പിന്നെ വലിയ മാല അത് ഗോൾഡ് അല്ലേന്ന് കേട്ടോ, അത് ഗ്യാരണ്ടി മാലയെന്ന്. അഞ്ജലിക്ക് ഡ്രസ്സ് ഓവർ വെയ്റ്റ് ആണ്, കുറച്ച് വെയ്റ്റ്ലെസ് ലെഹങ്ക ഇട്ടൂടെ? ശരിയാണ്, ഓവർ വെയ്റ്റ് ചെയ്യുന്ന എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ കുറച്ച് നേരത്തേക്കല്ലേ ഇടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് വാങ്ങിയത് കേട്ടോ. പിന്നെ ഈ ലെഹങ്കൻ്റെ ചോയ്സ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഓർക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു കുറേ ലെഹങ്ക ഒക്കെ നോക്കിയിരുന്നു, പക്ഷെ ഓർക്ക് ഇഷ്ടമായത് ഈ ലെഹങ്കയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് പറ്റൂല എന്നൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഞാൻ അവരോട് പറഞ്ഞിട്ടും ഇല്ല കേട്ടോ എനിക്ക് കംഫർട്ടബിൾ അല്ല എന്നൊന്നും. ഞാൻ ഒരു ദിവസം മാനേജ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് വെയ്റ്റ് ലെഹങ്ക ഇടാൻ റീസൺ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, കല്യാണത്തിന് നല്ല ക്യാഷ് ആയാലോ, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ് കേട്ടോ? അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് അച്ഛനാണ്. കാരണം ആകെ അച്ഛനാണ് നല്ലൊരു ജോലി ഉള്ളത് ഈ വീട്ടിൽ. പിന്നെ ഹസ്ബൻഡിനൊക്കെ ആണെങ്കിൽ കിട്ടുന്ന സാലറി ഒന്നുമല്ല കേട്ടോ, ഇതുകൊണ്ട് ഒന്നും നടക്കൂല. അത്രയ്ക്കും ചെറിയൊരു സാലറിയാണ് ഹസ്ബൻഡിന് കിട്ടൽ കേട്ടോ. പിന്നെ ഒക്കെ കാര്യങ്ങൾ അച്ഛനാട്ടോ ചെയ്യൽ. എത്ര വലിയ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ചെറിയ കാര്യങ്ങൾ നടക്കുകയാണെങ്കിലും ഒക്കെ അച്ഛനാണ് നോക്കൽ കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മോള് വിളിച്ച്, അപ്പോൾ ഞാൻ മോളടുത്തേക്ക് പോയിന്ന്. അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ എനിക്ക് സമയം കിട്ടിയത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കല്യാണമാണ് നല്ലത്, ഇത് കണ്ടിട്ട് ഭയങ്കര ചിലവാണെന്ന് തോന്നുന്നു. ശരിയാണ്, നമ്മളെ കല്യാണമാണ്, നമ്മളെ കേരളത്തിലുള്ള കല്യാണമാണ് ബെസ്റ്റ് കേട്ടോ എനിക്ക് തോന്നല്. സംഭവം നമ്മളെ കേരളത്തിലെ കല്യാണമാണ് ബെസ്റ്റ് കേട്ടോ. കാരണം ഇവിടെ ആണെങ്കിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. ഇവിടെ ആണെങ്കിൽ കല്യാണത്തിന് മുമ്പും ചടങ്ങുകളൊക്കെ ഉണ്ടാവും, പിന്നെ കല്യാണം നടക്കുന്ന സമയം ചടങ്ങുകളൊക്കെ ഉണ്ടാവും, പിന്നെ കല്യാണം കഴിഞ്ഞാലും ചടങ്ങുകൾ ഉണ്ടാവും, കുട്ടികളുണ്ടായി കഴിഞ്ഞാലും ചടങ്ങുകൾ ഉണ്ടാവും. അങ്ങനെ ചടങ്ങുകൾ തന്നെയാണ് ഇവിടെ കൂടുതൽ കേട്ടോ. അപ്പോൾ ഈ ചടങ്ങുകളിൽ എന്താ അറിയോ, കൂടുതൽ പൈസൻ്റെ കാര്യങ്ങളാണ് ഒക്കെ, കൂടുതൽ പൈസ ചിലവാകുന്ന ചടങ്ങുകളാണ് കേട്ടോ ഇവിടെ. അപ്പോൾ സംഭവം എനിക്ക് തോന്നുന്നത് ഈ ചടങ്ങുകൾ ചെയ്യുന്നതിനേക്കാളും നമ്മൾ മക്കൾക്ക് വേണ്ടി ആ പൈസ സേഫ് ആക്കാമെന്ന് നമ്മളൊക്കെ വിചാരിക്കുക കേട്ടോ. പക്ഷേ ഇവിടെ ആണെങ്കിൽ പൈസ ഇല്ലെങ്കിലും കയ്യിൽ ഒരു പൈസ ബാക്കിയില്ലെങ്കിലും ഈ ചടങ്ങാണ് ഇമ്പോർട്ടൻസ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതും കൂടി നിങ്ങൾ കമൻറ്റിൽ ചെയ്യണം കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, അവിടെ ഗോൾഡിന് റേറ്റ് കുറവാണോ? ഇവിടെ ഗോൾഡിന് റേറ്റ് കുറവല്ല കേട്ടോ. നമ്മൾ അവിടുത്തെ 916 റേറ്റ് തന്നെയാണ്. പക്ഷേ ഇവിടെ കറക്റ്റ് 916 അല്ല കേട്ടോ നമുക്ക് ഗോൾഡ് കിട്ടുക. 18 ക്യാരറ്റിൻ്റെ ഗോൾഡാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതിലാണെങ്കിൽ സംഭവം 18 ക്യാരറ്റിൻ്റെ ഗോൾഡാണ് നമുക്ക് ഇവിടെ കിട്ടുക. പക്ഷെ പൈസ എടുക്കണത് 916 റേറ്റിൻ്റെതാണ് കേട്ടോ. അതിൻ്റെ കല്യാണത്തിനൊക്കെ ഞങ്ങൾ പറഞ്ഞു അമ്മേനോട്, സംഭവം നമുക്ക് മുബാറക്ക് എന്നൊക്കെ വാങ്ങാം. കാരണം ഇവിടെയുണ്ട്, കുറച്ച് ദൂരെ പോകാനുള്ളൂ. മോരാണെങ്കിൽ വലിയ ഷോറൂമിലൊന്നും പോകാനൊന്നും ആഗ്രഹിക്കൂല. ഇവിടെ ആണെങ്കിൽ ലോക്കൽ ജ്വല്ലറി ഷോപ്പൊക്കെ കുറേ ഉണ്ട് സ്വർണത്തിൻ്റെ, അപ്പോൾ അവിടെ നിന്നൊക്കെ പോയി വാങ്ങും. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, സാരിയുടെ റേറ്റ് എത്ര? ഞാൻ ഇട്ട ബ്ലാക്ക് സാരീൻ്റെ റേറ്റാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ സാരി ഞാൻ 1700 സംതിങ്ങിനൊക്കെ ആട്ടോ വാങ്ങിയത്. ഒരു 1800 എന്നൊക്കെ വിചാരിക്കുക കേട്ടോ. ഇതൊക്കെ റിയൽ ഗോൾഡാണോ? അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ കൊടുത്തത് റിയൽ ഗോൾഡാണോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ റിയൽ ഗോൾഡാണ്. ഓര് വാങ്ങിയത് എന്താ പറയുക, ഷോറൂമിൽ നിന്ന് പോയിട്ടാണ്. മുബാറക്ക് തനിഷ്ക്ക് ഇതുപോലത്തെ ഷോറൂമിൽ നിന്നാണ് ഓര് വാങ്ങിയ ഗോൾഡ് കേട്ടോ. കാരണം ഓര് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആൾക്കാരായതുകൊണ്ട് ഓർക്ക് അറിയാം, പ്രോഫിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓർക്ക് അറിയാം ഏതാ നല്ലതെന്നൊക്കെ. അപ്പോൾ ഒരു ഷോറൂമിൽ നിന്ന് വാങ്ങിയതാട്ടോ. പ്യുവറാണ് കേട്ടോ, പ്യുവർ ഗോൾഡാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, ഇതൊക്കെ റിയൽ ഗോൾഡാണോ എന്ന്. ഓര് വാങ്ങിയത് ഫുള്ള് റിയൽ ഗോൾഡാണ് കേട്ടോ. ഓർക്ക് അറിയാം എവിടെ നിന്നാണ് ബെസ്റ്റ് ജ്വല്ലറി നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു കൂടുതൽ ഷോറൂംസ് നിന്നാട്ടോ വാങ്ങുക. കാരണം ഒരു സംഭവം പൈസക്കാരൊക്കെ ആയതുകൊണ്ട് ഓർക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാം. അപ്പോൾ ഓര് അങ്ങനെ ഷോറൂമിൽ നിന്നൊക്കെ ആട്ടോ വാങ്ങിയത്. അടുത്ത ക്വസ്റ്റ്യന്, ആ ഗോൾഡ് എത്ര പവനുണ്ട്? അപ്പോൾ പവന് ഒന്നും എനിക്കറിയില്ല കേട്ടോ, പക്ഷേ ഗ്രാമിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ ചോദിച്ചെന്ന്, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 350 ഗ്രാമിൻ്റെ അടുത്താണ് ചെക്കൻ്റെ വീട്ടുകാർ കൊടുത്തത് കേട്ടോ സ്വർണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, അവിടെ കല്യാണത്തിന് സ്വർണം ചെക്കൻ്റെ വീട്ടുകാർ മൊത്തവും കൊടുക്കുമോ? ചെക്കൻ്റെ വീട്ടുകാരും കൊടുക്കും, പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാരും കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ എല്ലായിടത്തും അങ്ങനെ തന്നെ കേട്ടോ. ഇപ്പോൾ ബീഹാറിലും അങ്ങനെ തന്നെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, നമ്മൾ പാരൻസ് ആണെങ്കിൽ എന്തെങ്കിലും മോക്ക് കൊടുക്കണം ഉണ്ടാക്കിയിട്ട്. പിന്നെ
കല്യാണച്ചക്കൻ്റെ വീട്ടുകാരെടുത്തൊന്നും കിട്ടും, മരുമോക്ക് ആയിട്ട് എന്തായാലും കിട്ടും കേട്ടോ. പിന്നെ ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും അഞ്ജലിക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ നെഗറ്റീവ് ഒന്നും വിചാരിക്കരുത്, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാണേ. പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു, അഞ്ജലിക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ കിട്ടിയിട്ടില്ല. എനിക്ക് സംഭവം ഇവിടെ നിന്നും കിട്ടിയിട്ടില്ല, എൻ്റെ വീട്ടിൽ നിന്നും കിട്ടിയിട്ടില്ല. കാരണം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണല്ലോ കല്യാണം കഴിച്ചത്. അഥവാ എൻ്റെ പാരൻസിൻ്റെ ഇഷ്ടത്തിന് ഞാൻ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അപ്പോൾ ചിലപ്പോൾ ഒരു തരുന്നു. അപ്പോൾ ഓരോ സമ്മതത്തോടെ അല്ലാത്തതുകൊണ്ട് അങ്ങനെ എനിക്കൊന്നും കിട്ടിയിട്ടില്ല, അവിടുന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുന്നും എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ശരിക്കും ഇവിടെ ആണെങ്കിൽ മരുമോള് വന്നാൽ തന്നെ മരുമോക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ കൊടുക്കും. പക്ഷെ അങ്ങനെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടും ഇല്ല കേട്ടോ. എനിക്ക് ഇടാനൊക്കെ തരലുണ്ടായിരുന്നു, ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇടാൻ തരും. പിന്നെ ഗസ്റ്റ് പോയി കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ ആണെങ്കിൽ ഇപ്പം എനിക്ക് തരുമ്പോഴും ഞാൻ വാങ്ങൂല കേട്ടോ, ഞാനത് എടുക്കൂല. കാരണം അതെനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നൂല, എന്തോ വലിയ ഉപകാരം ചെയ്യുന്ന പോലെ ആയിട്ട് തോന്നുന്ന. ആൾക്കാർ വരുമ്പോൾ ഓരോ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തരും, പിന്നെ അത് ഞാൻ തിരിച്ചു കൊടുക്കണം. ഒരു പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് പോകുമ്പോൾ ഒരു ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും, പിന്നെ അത് തിരിച്ച് ഞാൻ അവർക്ക് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നലില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ഇട്ട ഈ മംഗൾസൂത്രം പിന്നെ കമ്മലിട്ടത് അത് നിർബന്ധമാണ്, സംഭവം ഒരു ഭാര്യയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോഴാണ്, അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ 2 സാധനം ഇട്ടിരിക്കുന്നത് കേട്ടോ. അല്ലാതെ ഇൻ്റെതാണ് എനിക്ക് കിട്ടിയതാണെന്ന് വിചാരിച്ചിട്ടല്ല. ഓരെന്നാ ചോദിക്കുക അന്ന് ഞാൻ അവർക്ക് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ സീക്രട്ട്. പിന്നെ ചിലപ്പോൾ ചിലർ വിചാരിക്കാവോ അഞ്ജലിൻ്റെ അടുത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ സ്വന്തമായിട്ടും എൻ്റെ അടുത്തൊന്നുമില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ മോനും പ്രസവിച്ചതിൽ ഒക്കെ സംഭവം പോയി, ഉള്ളതൊക്കെ പോയി, വിക്കൻ്റെയൊക്കെ വന്ന്. അപ്പം അങ്ങനെ അതും കൂടി ഇല്ലാതായി. അപ്പോൾ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ദൈവം വിചാരിച്ചാൽ എന്തായാലും ഫ്യൂച്ചറിൽ ഉണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണല്ലോ. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും ഫീൽ ആവുന്നില്ലല്ലോ. അപ്പോൾ ഈ ലൈഫ് മതി, പ്രോബ്ലംസ് ഇല്ലാതെ നടന്നാൽ മതി ജീവിതം. അതാണ് എൻ്റെ ആഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ, സാത്താപ്പാച്ച ഒറ്റയ്ക്ക് തന്നെ മാമന് കഴിക്കണോ എന്ന് ഉണ്ടോയെന്ന്. അപ്പോൾ സാത്താപ്പാച്ച നിങ്ങളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. സാത്താപ്പാച്ചനെ പറ്റിയിട്ടൊക്കെ ഞാൻ പറയണ്ടേ. സംഭവം ഇത്ര അട്ടിയിൽ ഒരു പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്, റൗണ്ട് ചപ്പാത്തി പോലെ കേട്ടോ. അപ്പോൾ അത് മാമനാണ് കഴിക്കേണ്ടത്. പിന്നെ മാമൻ്റെ മക്കൾക്ക് കഴിക്കുക, മാമൻ്റെ ഭാര്യയ്ക്ക് കഴിക്കുക, ഓർക്കൊക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. പക്ഷേ ഞങ്ങളെ ഭാഗത്തുനിന്ന് ആർക്കും കഴിക്കാൻ പാടില്ല. പിന്നെ കല്യാണച്ചക്കൻ്റെ ഭാഗത്തുനിന്ന് ആർക്കും കഴിക്കരുത്. ഇത് മാമൻ്റെ അവകാശത്തിനുള്ള സാധനമാണ് സാത്തപ്പാച്ച. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, ഗോൾഡാണോ ചെക്കൻ കൊടുത്തത്? ആണ്, ഗോൾഡ് തന്നെയാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ പെണ്ണിന് ഗോൾഡ് ചെക്കനാണോ കൊടുക്കുക? പെണ്ണ് വീട്ടുകാർ ഗോൾഡ് എടുക്കണ്ടേ? ആവശ്യമില്ലേ? അപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരും കൊടുക്കും, ചെക്കൻ്റെ വീട്ടുകാരും കൊടുക്കും. പിന്നെ ഇവിടെ നാത്തൂൻ്റെ കല്യാണം ഉണ്ടായിരുന്നല്ലോ, നാത്തൂൻ്റെയും പിന്നെ കസിൻ സിസ്റ്റർ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കല്യാണപ്പെണ്ണിന് കിട്ടിയ സ്വർണ്ണങ്ങളൊക്കെ കല്യാണപ്പെണ്ണിനെ അന്ന് തന്നെ ഏൽപ്പിച്ചണം കേട്ടോ. നമ്മൾ ഓരോ അവകാശം എന്നൊക്കെ പറഞ്ഞാണ്ട് അന്ന് തന്നെ ഓർക്ക് ഏൽപ്പിച്ചണം കേട്ടോ. പിന്നെ ഞാൻ വെക്കാം, എൻ്റെ അടുത്ത് തരണം, അങ്ങനത്തെ ഒരു ടോക്സ് ഒന്നും ഇല്ലേന്ന് കേട്ടോ ഓരോരുത്ത്. എന്തുകൊണ്ട് രാത്രി കല്യാണം? ഇവിടെ ആണെങ്കിൽ കല്യാണ ചടങ്ങുകളൊക്കെ ആണെങ്കിൽ കൂടുതലാണ് കേട്ടോ, ഓവറാണ് ചടങ്ങുകൾ. അപ്പോൾ അതുകൊണ്ട് ഈ ചടങ്ങുകൾ തീരുന്ന മുമ്പേ കല്യാണം കഴിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവല് കേട്ടോ. രാത്രി 3 മണി 4 മണി പുലർച്ചെ 5 മണിക്കൊക്കെയാണ് കല്യാണം തീരല്. കഴിഞ്ഞ സിസ്റ്ററിൻ്റെ കല്യാണം, സംഭവം കസിൻ സിസ്റ്റർ കല്യാണം രാവിലെ 6 മണിക്കാണ് കഴിഞ്ഞത്. പിന്നെ ഈ സിസ്റ്ററിൻ്റെ കല്യാണം രാവിലെ പുലർച്ചയ്ക്ക് 4 മണിക്കാണ് കഴിഞ്ഞത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യന്, ചെക്കന് എന്താ ജോബ് കേട്ടോ? അപ്പോൾ ചെക്കന് ബിസിനസ് മാൻ ആണ് കേട്ടോ, 2-3 ബിസിനസ്സാണ് അവർക്ക്. അപ്പോൾ കുറച്ച് റിച്ച് ഫാമിലിയാണ് കേട്ടോ. പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇനി ഒരിക്കലും മകളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ഒന്നും കഴിക്കരുത് എന്നാണോ? കഴിക്കൂല എന്നൊക്കെയാണ് പറയുക. പക്ഷേ കുറേ പേര് ഇതൊന്നും മൈൻഡ് ചെയ്യില്ല കേട്ടോ, തിന്നുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ചോദിച്ച അമ്മേനോട്, അപ്പം കഴിക്കൂല, ഒരിക്കലും കഴിക്കൂല എന്നൊക്കെ അങ്ങനെയൊക്കെ കേട്ടോ പറഞ്ഞത്.
അപ്പോൾ ഇത് ദാനം എന്നാണ്. ദാനം നമ്മൾ ഒരാൾക്ക് കൊടുത്താൽ പിന്നെ ഓരോരുത്തു നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങിയാലും ആ ദാനം നമുക്ക് തിരിച്ച് കിട്ടും എന്നാണ് പറയുക. ഇപ്പോൾ ഓരോ മോളെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കഴിച്ചാലൊക്കെ അപ്പോൾ ഓരോ ചെയ്ത കടമയൊക്കെ ആണെങ്കിൽ കുറഞ്ഞു വരും. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആണ് കേട്ടോ. ഒരുപാട് റീസൺസ് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയൂല, പക്ഷേ പറ്റൂല, ഒരിക്കലും അവർക്ക് കഴിക്കരുത് എന്നാണ് ഒരു പറയാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്വസ്റ്റ്യന്. പിന്നെ ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി, അത് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ. അപ്പോൾ ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും Q&A ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. ഫീഡ്ബാക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ ബൈ. പിന്നെ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുക ആ ഫോൾട്ട് ഇനി ഒരിക്കലും ഉണ്ടാവരുത്. അപ്പോൾ എന്തായാലും പറയണം കേട്ടോ.